ആരെങ്കിലും ചെന്നൈയിൽ മൈലാപ്പൂർ എന്നുള്ള പ്ലേസിൽ പോയിട്ടുണ്ടോ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ, കഴിക്കാനും കാണാനും ഒക്കെ. അവിടെയാണ് നമുക്ക് പ്യുവറായിട്ടുള്ള ഫിൽറ്റർ കോഫി കിട്ടുന്നത്. അതേപോലെ തന്നെ കാപ്പി എന്ന് വെച്ചാൽ ഒരു ഉഗ്രം കാപ്പിയാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. മാത്രമല്ല പൊടി ഇഡ്ഡലി, ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ കേട്ടോ. മാത്രമല്ല ഒരുപാട് ദൈവങ്ങളും അഗ്രഹാരങ്ങളും നമ്മളെ പഴമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണ, ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ ചെന്നൈയിൽ മൈലാപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നൈ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ചെന്നൈയിൽ പോകുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവിടെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. അതേപോലെ മാർഗഴിയിൽ ഒരുപാട് ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഡാൻസ് മാത്രമല്ല മ്യൂസിക്കും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് മൈലാപ്പൂർ. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ഡൗട്ടാണ് ഇവിടെ എന്ത് ഈ മൈലാപ്പൂർ എന്ന് പേര് വരാൻ കാരണമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഒരു മുത്തശ്ശിയാണ് കേട്ടോ പറയുന്നത്. പണ്ട് ശിവനും പാർവതിയും ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ്. പാർവതി മഹാദേവനോട് പഞ്ചാക്ഷര മന്ത്രം പറഞ്ഞു തരാൻ പറയുമ്പോൾ അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മയിലുണ്ടായിരുന്നു. അപ്പം പാർവതി ദേവിയുടെ ശ്രദ്ധ ആ മയിലിലോട്ട് പോയപ്പം മഹാദേവന് ദേഷ്യം വന്നിട്ട് ഒരു മയിലായിട്ട് നീ ഭൂമി പോയി ജനിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് പാർവതി ദേവി ഉണ്ടായിരുന്ന സ്ഥലമാണ് മൈലാപ്പൂർ.